നമസ്കാരം. ബീഹാർ സംസ്ഥാനം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കെ മുഖ്യ പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ ബ്ലോക്ക് തങ്ങളുടെ രാഷ്ട്രീയ കരുക്കൾ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പ്രതീക്ഷിക്കപ്പെടുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് പാർട്ടി 58 മണ്ഡലങ്ങളിൽ മത്സരിക്കാൻ തയ്യാറെടുക്കുന്നത് സഖ്യത്തിനുള്ളിലെ വലിയ തന്ത്രപരമായ വിട്ടുവീഴ്ചയുടെ സൂചനയാണ്. ഇത്തവണ സഖ്യത്തിന്റെ രണ്ട് പ്രധാന തൂണുകളായിട്ടുള്ള രാഷ്ട്രീയ ജനതാദൾ RJDയും അതോടൊപ്പം തന്നെ കോൺഗ്രസും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് കുറഞ്ഞ എണ്ണം സീറ്റുകളിൽ മത്സരിക്കുന്നുവെന്ന പ്രത്യേകതയുണ്ട്. വികാസ്ശീൽ ഇൻസാൻ പാർട്ടി VIP പോലെയുള്ള ഒരു പുതിയ പ്രമുഖ പ്രാദേശിക ശക്തി ഇന്ത്യ മുന്നണിയുടെ ഭാഗമായതാണ് ഈ സീറ്റ് കുറവിനുള്ള സുപ്രധാന കാരണം. സഖ്യത്തിലേക്ക് പുതുതായിട്ട് കടന്നു വന്ന ഘടകകക്ഷികൾക്ക് ആവശ്യമായ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിനായി RJDയും കോൺഗ്രസും ചേർന്ന് തങ്ങളുടെ പഴയ കോട്ടയിൽ നിന്ന് ഏകദേശം 12-ൽ അധികം സീറ്റുകൾ വിട്ടുകൊടുക്കാൻ ധാരണയിലെത്തുകയായിരുന്നു. RJD അവരുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് 130 നിയമസഭാ മണ്ഡലങ്ങളിലാണ്. 2020-ൽ 144 സീറ്റുകളിൽ മത്സരിച്ച RJD ഇത്തവണ 14 സീറ്റുകൾ കുറച്ച് സ്വന്തം തീരുമാനപ്രകാരം 130-ലേക്ക് ചുരുങ്ങുകയായിരുന്നു. കഴിഞ്ഞ തവണ 144-ൽ 80ഓളം സീറ്റുകൾ നേടി മുന്നണിക്ക് കരുത്തു പകർന്ന RJDയുടെ ഈ നീക്കം വിജയസാധ്യതയുള്ള സീറ്റുകളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള സഖ്യത്തിന്റെ കൂട്ടായ തന്ത്രത്തിന്റെ ഭാഗമാണ്. കോൺഗ്രസ് പാർട്ടി ഇത്തവണ മത്സരിക്കുന്നത് 58 സീറ്റുകളിലാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർ 75 സീറ്റുകളിൽ മത്സരിക്കുകയും 19 സീറ്റുകൾ മാത്രം നേടുകയും ചെയ്തിരുന്നു. ഈ മോശം പ്രകടനത്തിന്റെ പശ്ചാത്തലത്തിലാണ് സഖ്യം ഒരു പുനർവിചിന്തനത്തിന് ഇപ്പോൾ തയ്യാറായിരിക്കുന്നത്. കേവലം സീറ്റുകളുടെ എണ്ണം കൂട്ടുന്നതിനേക്കാൾ വിജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ മാത്രം മത്സരിക്കുന്നതാണ് ഉചിതം എന്ന ഒരു നിലപാടിലേക്ക് കോൺഗ്രസ് എത്തുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായിട്ടുള്ള സുനിൽ കനഗോലുവിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് നടത്തിയ ആഴത്തിലുള്ള പഠനത്തിന്റെ ഫലമായി 52 സീറ്റുകൾ വിജയം ഉറപ്പ് എന്ന നിലയിൽ കണ്ടെത്തി പ്രവർത്തനം ആരംഭിച്ചു. ഈ ഒരു യാഥാർത്ഥ്യ ബോധമാണ് കോൺഗ്രസിനെ 75-ൽ നിന്ന് 58 സീറ്റുകളിലേക്ക് ഒതുങ്ങാനായിട്ട് പ്രേരിപ്പിച്ചതും സഖ്യത്തിന് കൂടുതൽ ഊർജം നൽകിയത്. സഖ്യത്തിലെ മറ്റൊരു സുപ്രധാന കക്ഷിയായിട്ടുള്ള CPI-ML ലിബറേഷന് 27 സീറ്റുകളാണ് അനുവദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തവണ അവർ മത്സരിച്ച 19 സീറ്റുകളിൽ 12-ലും വിജയിച്ച മികച്ച വിജയ ശരാശരി കണക്കിലെടുത്താണ് അവർക്ക് മുൻപ് ലഭിച്ചതിനേക്കാൾ 8 സീറ്റുകൾ അധികമായിട്ട് അനുവദിച്ചിരിക്കുന്നത്. ഈ നീക്കം വെറും പ്രാദേശിക സ്വാധീനം മാത്രമല്ല, തെരഞ്ഞെടുപ്പിൽ വോട്ട് വിജയകരമായിട്ട് സീറ്റാക്കി മാറ്റാനുള്ള കഴിവാണ് സഖ്യത്തിൽ പരിഗണിക്കപ്പെടുന്നത്. ഇതാ അതിൻ്റെ തെളിവാണ്. അതേസമയം പരമ്പരാഗത ഇടതുപക്ഷ പാർട്ടികളായിട്ടുള്ള CPIയും CPMും തങ്ങളുടെ മുൻപത്തെ സീറ്റ് വിഹിതത്തിൽ തന്നെ തുടരുകയാണ്. CPIക്ക് 6 സീറ്റുകളും CPMന് 4 സീറ്റുകളുമാണ് വീണ്ടും അനുവദിച്ചിരിക്കുന്നത്. വികാസ്ശീൽ ഇൻസാൻ പാർട്ടിയെ VIPക്ക് 14 സീറ്റുകൾ നൽകാനുള്ള തീരുമാനം ബീഹാർ രാഷ്ട്രീയത്തിൽ അവരുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനം എടുത്തു കാണിക്കുന്നു. CPIMനെയും CPIയെയും മറികടന്ന് VIPക്ക് കൂടുതൽ സീറ്റുകൾ നൽകിയത് ബീഹാറിലെ ജാതി സമവാക്യങ്ങൾക്കനുസരിച്ച് പ്രത്യേകിച്ച് മല്ല വിഭാഗങ്ങൾക്കിടയിൽ ഈ പാർട്ടിക്കുള്ള സ്വീകാര്യത സഖ്യം തിരിച്ചറിഞ്ഞതിൻ്റെ ഫലമാണ്. കൂടാതെ ജാർഖണ്ഡ് മുക്തി മോർച്ചയ്ക്കും പശുപതിനാഥ് പരസ് നയിക്കുന്ന ലോക് ജനശക്തി പാർട്ടിയുടെ വിഭാഗത്തിനും 2 സീറ്റുകൾ വീതം നൽകുന്നതാണ്. രാംവിലാസ് പസ്വാൻ കുടുംബത്തിലെ ഏറ്റവും പുതിയ പിളർപ്പ് സഖ്യം രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തുന്നു എന്നതിൻ്റെ സൂചനയാണ് ചിരാഗ് പസ്വാൻ നയിക്കുന്ന വിഭാഗത്തിൽ നിന്ന് അകന്നു നിൽക്കുന്ന പശുപതിനാഥ് പരസിന് സീറ്റ് നൽകാനുള്ള തീരുമാനം. തേജസ്വി യാദവിൻ്റെ നേതൃത്വത്തിലുള്ള RJD നടത്തുന്ന ശക്തമായ ജനകീയ മുന്നേറ്റവും രാഹുൽ ഗാന്ധിയുടെ സജീവമായിട്ടുള്ള ഇടപെടലുകളും ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം സൃഷ്ടിക്കുന്നുണ്ട്. കോൺഗ്രസിൻ്റെ യാഥാർത്ഥ്യ ബോധത്തോടെയുള്ള സീറ്റ് വിട്ടുവീഴ്ച സഖ്യത്തിനുള്ളിലെ ഐക്യദാർഢ്യത്തെയും കൂട്ടായ വിജയ ലക്ഷ്യത്തെയും പ്രതിഫലിപ്പിക്കും. നിലവിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിൽ പ്രമുഖ പാർട്ടികളായിട്ടുള്ള BJPയും JDUവും തമ്മിൽ സീറ്റ് വിഭജനത്തെക്കുറിച്ചും നേതൃത്വത്തെക്കുറിച്ചും നിലനിൽക്കുന്ന ആഭ്യന്തര ഭിന്നതകൾക്ക് വിപരീതമായി ഇന്ത്യ മുന്നണിയിലെ ഈ തന്ത്രപരമായ ഐക്യം അതിൻ്റെ വിജയസാധ്യതകൾക്ക് വലിയ ഊർജം നൽകുന്നു. ഇന്ത്യ മുന്നണി ബീഹാറിൽ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പൂർണ്ണമായും സജ്ജമായിരിക്കുന്നുവെന്ന പ്രഖ്യാപനം NDAയിലെ പ്രശ്നങ്ങൾക്ക് മറുപടിയായി അവരുടെ വിജയം സുനിശ്ചിതമാക്കുന്ന ഒരു പ്രധാന ഘടകമായി രാഷ്ട്രീയ നിരീക്ഷകർ പോലും വിലയിരുത്തുന്നു.